ഹായ് ഗൈസ്, ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് ഇപ്പോൾ എല്ലായിടയ്ക്കുള്ള വിഷയം. അതിൽ ഒരുപാട് നടന്മാർ അറസ്റ്റിലായിട്ടുണ്ട്. സ്ത്രീകൾ മുന്നോട്ട് വന്ന് കേസ് കൊടുത്തത് വളരെ നല്ലൊരു തീരുമാനം. അതിലൊരു മാറ്റം സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതിൽ ഇരകളാക്കിപ്പെട്ട എല്ലാ സ്ത്രീകൾക്കും ഒരുപാട് അഭിനന്ദനങ്ങൾ. നിങ്ങൾ മുന്നോട്ട് വന്ന് കേസ് കൊടുത്താൽ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മളത് ലീഗലി മൂവ് ചെയ്യാത്തടത്തോളം കാലം അത് റിപ്പോർട്ടായി മാത്രം നിലനിൽക്കും. അത് റിപ്പോർട്ടിലപ്പുറത്തേക്ക് എത്തിച്ച എല്ലാ സ്ത്രീകൾക്കും അഭിനന്ദനങ്ങൾ. 4-5 നടന്മാരുടെയും ഡയറക്ടറുടെയും മേലെയാണ് ഇപ്പൊ കേസ് പോയിട്ടുള്ളത്. മുകേഷിനെതിരെ കേസ് പോയിട്ടുണ്ട്, സിദ്ദിഖിനെതിരെ കേസ് പോയിട്ടുണ്ട്, ഡയറക്ടർ രഞ്ജിത്തിനെതിരെ 2 കേസ് പോയിട്ടുണ്ട്. ഒന്ന് ഒരു സ്ത്രീയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസ്, പിന്നെ ഒന്ന് പുരുഷനെ പീഡിപ്പിക്കാൻ വന്ന ലേറ്റസ്റ്റ് ആയ ഭയങ്കര വ്യത്യസ്തമായ ഒരു ശ്രമം നടത്തിയ ആളാണ് ഡയറക്ടർ രഞ്ജിത്ത്. പിന്നെ അതുകൂടാതെ ഡയറക്ടർ VK പ്രകാശിനെതിരെ ഒരു കേസ് പോയിട്ടുണ്ട്. ഇതിനിടയിൽ ഇടവേള ബാബുവിനെതിരെ മണിയമ്പിള്ള രാജനെതിരെ കേസ് പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ സിദ്ദിഖിനെതിരായ കേസിൽ മസ്കറ്റ് ഹോട്ടലിലാണ് രേവതി സമ്പന്നിലെ നടിയായി കൂടിക്കാഴ്ച നടത്തിയതും പീഡിപ്പിക്കാൻ ശ്രമിച്ചതെന്ന് കഴിഞ്ഞ വീഡിയോയിലുള്ള പുള്ളിക്കാരി പറഞ്ഞതിൽ കേട്ടതാണ്. അപ്പൊ മസ്കറ്റ് ഹോട്ടലിൽ പോയിട്ട് രജിസ്റ്റർ പരിശോധിച്ചപ്പോൾ ഇവർ 2 പേരുടെ പേരുണ്ടെന്നൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ അതിന് മുന്നോട്ടുള്ള നീക്കങ്ങൾ നമുക്ക് നോക്കാം. വഴിയേ വരുമല്ലോ, പുതിയ റിപ്പോർട്ടും കാര്യങ്ങളും വരും. ജയസൂര്യക്ക് 2 കേസുകളാണ്. ഒന്ന് തൊടുപുഴ ഉണ്ടായ ഒരു കേസും അതല്ലാതൊരു കേസും. അങ്ങനെ 2 കേസുകളും 3 കേസുകളായിട്ടാണ് ഇപ്പൊ മുന്നോട്ട് കുതിച്ചുകൊടുക്കുന്നത്. ഫസ്റ്റ് ജയസൂര്യ ഇപ്പൊ മുന്നോട്ട് കുതിച്ചുകൊടുക്കുന്നത് കേസ് നമ്പറിൽ. അതുപോലെ മുകേഷിനെതിരെ കേസുണ്ട്. MLA സ്ഥാനം രാജിവെക്കണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പ്രഷറുണ്ട് പുള്ളിക്കാരൻ സത്യം പറഞ്ഞാൽ രാജിവെച്ച് തന്റെ പദം ശരിയുണ്ടെന്ന് പ്രൂവ് ചെയ്തിട്ട് തിരിച്ചു കയറുക. അതാണ് ശരിക്കും നല്ലൊരു കാര്യം. അല്ലാതെ ആ സ്ഥാനത്ത് നിന്ന് ഇത്രയും ആൾക്കാർ പറഞ്ഞ് അവിടെ ഇരിക്കേണ്ട ആവശ്യമില്ല. ഡയറക്ടർ VK പ്രകാശിനെതിരെ കേസ് വന്നിട്ടുണ്ട്. മണിയമ്പിള്ള രാജു, ഇടവേള ബാബു ഇവർക്കൊക്കെ കേസ് പോയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ആരുടെ ഭാഗത്താണ് ശരിയെങ്കിലും ഇപ്പൊ ഈ ഇരകളാക്കപ്പെട്ടവരുടെ ഭാഗത്താണ് ശരിയെങ്കിൽ അവർക്ക് നീതി ലഭിക്കട്ടെ. അല്ല ഇനി അവരുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ മാനനഷ്ടത്തിനുള്ള കേസ് പോവുമല്ലോ. അങ്ങനെ എന്തായാലും ഈ സത്യം വിജയിക്കട്ടെ, സത്യം കണ്ടുപിടിക്കപ്പെടട്ടെ. രസകരമായ കേസ് ഏതാന്ന് വെച്ചാൽ ഡയറക്ടർ രഞ്ജിത്തിനെതിരെയുള്ള കേസാണ്. ബംഗാളി ആക്ട്രസ് കേസ് കൊടുത്തു. അതായത് 2013 നടന്ന ഒരു അഡ്ജസ്റ്റ്മെന്റ് ശ്രമത്തിൽ, അതായത് ലൈംഗികമായി ചൂഷണം ചെയ്യാൻ ശ്രമിച്ചു എന്ന കേസ് ഓൾറെഡി ഉണ്ട്. ഇന്നലെ പുത്തനായിട്ട് പുരുഷനെ പീഡിപ്പിച്ചു പറഞ്ഞൊരു കേസ് വന്നിട്ടുണ്ട്. അതിന്റെ ഒരു ബൈറ്റ് പുള്ളിക്കാരൻ പറയും, നമുക്ക് കണ്ടുനോക്കാം. ടിഷ്യൂ പേപ്പറിൽ നമ്പർ തന്നത് ഓഫ്കോഴ്സ് എനിക്ക് നമ്പർ പെട്ടെന്ന് തന്നു. എൻ്റെ മനസ്സിലപ്പം ഡയറക്ടറാണ് തരുന്നത്. ആ സമയത്ത് ഫോൺ വലുതായിട്ട് എല്ലാവരുടെ കയ്യിലും ഫോൺ ഇല്ലാത്തൊരു സമയം. അപ്പം എനിക്ക് ടിഷ്യൂ പേപ്പറിൽ നമ്പർ തന്നപ്പോൾ ഞാൻ കരുതിയത് ഓക്കെ പുള്ളി അത്രയും തിരക്കാണ്, അപ്പോൾ ആ സമയത്ത് ഒരു പേപ്പറിൽ നമ്പർ എഴുതി തരിക, അത്രയും ഉദ്ദേശമുള്ളൂ. പക്ഷേ ഈ സ്റ്റെയർ കേസിലൂടെ പിന്നിലൂടെ വരാൻ പറഞ്ഞപ്പോൾ ഞാൻ അന്ന് ശരിക്കും ഞാനൊന്ന് ചിന്തിച്ചു. ഒരു സെക്കൻഡായിട്ട് ഞാൻ ഒരു തോട്ട് ഉണ്ടായിരുന്നു എന്തിനാണ് അങ്ങനെ പറഞ്ഞത് എന്നുള്ളത്. പക്ഷെ അത് പിന്നെ മനസ്സിലായത് ഈ കാര്യത്തിനാണ്. പുള്ളിക്ക് ഒരു രീതിയിൽ അവിടെ എവിഡൻസ് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് ചിലപ്പോൾ പുള്ളി ആഗ്രഹിച്ചിട്ടുണ്ടാവും. ഈ ചിലരൊക്കെ ഒരു സംശയമല്ലേ നിങ്ങൾ പറയുന്നത്? ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എവിഡൻസ് തെരഞ്ഞാൽ കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ പറയുന്നതെന്ന് ആളുകൾ തെറ്റിദ്ധരിക്കുന്നത്. അത് തെറ്റിദ്ധരിക്കുക. ഇത് നടന്ന സംഭവമാണ്, ഇത് നടന്ന കാര്യമാണ്, എൻ്റെ ലൈഫിൽ നടന്നാണ്, എന്നെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഞാനിപ്പോൾ എൻ്റെ കരിയറിൽ എവിടെ പോയാലും എൻ്റെ ലൈഫിൽ എവിടെ പോയാലും ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. അതിന് ഇനിയിപ്പോൾ എവിടെ പോയാലും ഞാനത് പറയും. അതിൽ തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇനി അത് ഈ ഒരു ഇൻസിഡൻറ്റ് നടന്ന വിത്തിൻ എ വീക്കാണ് ഞാൻ ഈ മെസ്സേജ് അവർക്ക് അയച്ചത്. ഞാൻ മെസ്സഞ്ചറിലാണ് അവർക്ക് ചാറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ സിനിമയുടെ ഡയറക്ടർ രഞ്ജിത്ത് എന്നെ അബ്യൂസ് ചെയ്തു മാഡം. ഒന്നുമില്ലെങ്കിലും മാഡത്തിന് ഒരുപാട് പേര് സ്നേഹിക്കുന്നതല്ലേ, അപ്പം മാഡം ഇതിനെ റിയാക്ട് ചെയ്യുന്ന എനിക്കിതിന് ഒരു ഹെൽപ്പ് വേണം. അവരത് കണ്ടിട്ടുണ്ട്, സീൻ എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട്, ബട്ട് അവരത് റെസ്പോണ്ട് ചെയ്തിട്ടില്ല. ബാവൂട്ടിയുടെ നാമത്തിൽ സിനിമയുടെ മമ്മൂട്ടി, കാവ്യ മാധവൻ എന്നിവ പ്രധാന കഥാപാത്രം എത്തിയ സിനിമയുടെ സംവിധായകൻ രഞ്ജിത്തായിരുന്നു. ആ ലൊക്കേഷനിൽ വെച്ചിട്ടാണ് പുള്ളിക്കാരനെ ടിഷ്യൂ പേപ്പറിൽ കൊടുക്കുന്നതും ഈ പുള്ളിക്കാരൻ്റെ നഗ്നമായ ഫോട്ടോസ് എടുത്തതും പുള്ളിക്കാരനോട് താല്പര്യമുണ്ടെന്നൊക്കെ രഞ്ജിത്ത് പറഞ്ഞത്. അതാണ് നമ്മളിപ്പോൾ കേട്ടത്. സാധാരണ സ്ത്രീകളോട് മോശമായി പെരുമാറുന്നവരെ നമ്മൾ ഇതുവരെ കേട്ടില്ലല്ലോ. പുരുഷന്മാരോട് മോശമായി പെരുമാറുന്ന ആദ്യത്തെ വ്യക്തിയാണ് ഇയാള്. നമ്മൾ അറിഞ്ഞതിൽ വെച്ച് ഇനിയും ഇതിൽ പുതിയതായ ഒരുപാട് രഹസ്യങ്ങൾ ചുരുളഴിയാനുണ്ടോന്ന് അറിയില്ല. പുതിയ പേരുകൾ എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയി കേട്ടോണ്ടിരിക്കുവാണ്, എല്ലാം റിവീൽ ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പൊ പുള്ളിക്കാരൻ ചലച്ചിത്ര അക്കാദമി ചെയർമാനായിരുന്നു. പുള്ളിക്കാരൻ രാജിവെച്ചു. ഓൾറെഡി ഫസ്റ്റ് ബംഗാളി ആക്ട്രസിന്റെ കേസിൽ തന്നെ രാജിവെച്ചിട്ടാണുള്ള. ഇതൊരു നടിക്ക് അയച്ചു കൊടുത്തു വന്നിട്ടുണ്ട്, പുള്ളിക്കാരന്റെ ഫോട്ടോ എടുത്തിട്ടില്ല. അതാണ് ഇപ്പോഴത്തെ പ്രധാന ട്രോൾ വിഷയം, സംസാര വിഷയം. അതാരാണെന്ന് നമുക്ക് കേട്ടുപോകാം. നിങ്ങൾ പരാതി പറയുന്നുണ്ടല്ലോ,
അതെ, അത് എന്നെ ആക്ച്വലി രഞ്ജിത്ത് ഈ ഒരു റൂമിലുള്ള സമയത്ത് എന്നോട് ഡ്രസ്സ് ന്യൂഡായിട്ട് നിൽക്കാൻ പറഞ്ഞ സമയത്ത് രഞ്ജിത്ത് ഒരു നടിയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നടിയുടെ പേര് ഞാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്, മാതൃഭൂമി ന്യൂസിൽ ഞാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ പേര് രേവതിയാണ്, നടി രേവതിയായിരുന്നു. അവരുടെ പേര് രേവതിയാണെന്നാണ് എന്നോട് പറഞ്ഞത്. സോ രേവതിയായിട്ട് രഞ്ജിത്തിന് ബന്ധമുണ്ടോ ഇല്ലയോ എനിക്കറിയില്ല. അപ്പം നടി രേവതിയുടെ പേരാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവര് തമ്മിൽ ബന്ധമുണ്ടോ? രേവതിക്ക് ഒരു കുട്ടിയുണ്ട്, അത് രഞ്ജിത്തിന്റെ മകളാണ്, അല്ലെങ്കിൽ ഇവർ തമ്മിൽ ബന്ധത്തിൽ ഉണ്ടായ മകളാണെന്നാണ് ഇപ്പോഴത്തെ ന്യൂസും ട്രോളും കാര്യങ്ങളും. WCCയിൽ പ്രധാന അംഗമാണ് രേവതി. ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് മുന്നോട്ടിറങ്ങിയതിൽ ഒരാള് രേവതിയാണ്. അപ്പൊ പുള്ളിക്കാർക്കെതിരെയാണ് ഇപ്പൊ വാർത്തകളും ട്രോളുകളും എന്ന് പറയുന്നത്. അപ്പൊ ഇത് എത്രമാത്രം ശരികളുണ്ടല്ല, ഇതൊക്കെ ഒരു കേസായി എടുത്തുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇതിന് പിന്നിൽ ഒരു അന്വേഷണം നടന്നാലേ മാത്രമേ സത്യാവസ്ഥകൾ പുറത്തു വരുള്ളൂ. പിന്നെ നമ്മൾ പ്രമുഖ നടന്മാര്, നമ്മളെ മമ്മൂക്ക, ലാലേട്ടൻ എന്നെല്ലാം വിളിച്ച് നമ്മളെ മോഹൻലാലും ലാലേട്ടനും ഒരു പ്രതികരണം ഈ ഒരു സംഭവത്തിലോട്ട് ചെയ്തിട്ടില്ല. ഈ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ തന്നെ പുള്ളിക്കാരൻ ലാജി വെച്ചു, അമ്മ മൊത്തമായി പിരിച്ചു വിട്ടു. നമ്മളൊരു കാര്യമല്ല, നമ്മളൊരു രാജ്യത്ത് ആക്രമണം വരുവാണ്, അവിടെ സ്ത്രീകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിടുവാണ് അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഉപദ്രവിക്കുവാന്ന് വെച്ചാൽ അപ്പൊ അവിടുത്തെ പ്രധാനമന്ത്രിയും പ്രസിഡന്റ് എല്ലാം കൂടി രാജിവെച്ച് ആ മൊത്തം ഒരു ഗവൺമെന്റിനെ പിരിച്ചു വിട്ട് കഴിഞ്ഞാൽ പ്രശ്നം സോൾവ് ആവോ? അതിനൊട്ടും അഡ്രസ് ചെയ്യാതെ എന്താ പറയുക, ഒളിച്ചോടിയ, അത് വളരെയധികം ഭീരുത്വമായി. അമ്മ എന്നുള്ള സംഘടന പിരിച്ചുവിട്ടത് വളരെ മോശമായി. ശരിക്കും പറഞ്ഞാൽ മോഹൻലാൽ എന്നുള്ള വ്യക്തിക്ക് അമ്മയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ കൃത്യമായിട്ട് അന്വേഷിക്കാമെന്നും നമ്മൾ വേണ്ട ഒരു മാറ്റങ്ങൾ വരുത്താമെന്നും ഇനി ഈ അമ്മ പ്രധാനികളിൽ അഡ്ജസ്റ്റ്മെന്റ് ആവശ്യപ്പെട്ടവരുണ്ടെങ്കിൽ അവരെ മാറ്റാമെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു തീർക്കേണ്ട ഒരു സിറ്റുവേഷന് നേരെ പോയി ടോട്ടലി രാജിവെച്ച് പുള്ളിക്കാരൻ മുങ്ങി. മമ്മൂട്ടിയെ പോലെ ഒരാൾ എന്തുകൊണ്ട് ഇതിൽ പ്രതികരിച്ചില്ല? ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമയുടെ ഒരു നെടുന്തോണല്ലേ മോഹൻലാലും മമ്മൂട്ടി. ഇവർ രണ്ടുപേരും, ഒരാള് രാജിവെച്ച് മുങ്ങി, ഒരാൾ മിണ്ടാതെ ഇരിക്കുന്നുണ്ട്, ഒരു അക്ഷരം സംസാരിക്കുന്നില്ല ഇവർ രണ്ടുപേരും. അത് വളരെ മോശമാണ്. കാരണം നമ്മളെ പ്രേക്ഷകർക്കും അതുപോലെ തന്നെ ഇതിൽ അമ്മ അസോസിയേഷനിലെ ഒരുപാട് നടികണ്ടന്മാർ അത് വിശ്വസിച്ച് ആ അംഗത്വം സ്വീകരിച്ചവരുണ്ട്. അവർക്കെല്ലാം കിട്ടുന്ന ഒരു പണിയാണ് ഇവർ രണ്ടുപേരും ചെയ്തിരിക്കുന്നത്. ഇത് കൃത്യമായ ഒരു നട്ടലോടുകൂടി നല്ലൊരു അഭിപ്രായം പറഞ്ഞ ജഗദീഷും അതുപോലെ തന്നെ പൃഥ്വിരാജാണ്. അതിന് മുന്നോട്ട് വന്ന അവരുടെ നിലപാടുകൾ അറിയിച്ചു. അവർ രണ്ടുപേർക്കും പ്രശംസ അറിയിക്കുന്നു. കാരണം അവർക്കത് പറയാനുള്ള ഒരു ചങ്കൂറ്റം കാണിച്ചു. സത്യം പറഞ്ഞാൽ ഈ പുരുഷന്മാരുടെ എല്ലാ പുരുഷന്മാരും ഞാൻ അടച്ചാക്ഷേപിക്കുന്നില്ല. ചില പുരുഷന്മാരുടെ വിചാരം എന്താണെന്ന് വെച്ചാൽ സ്ത്രീകളെ ഇങ്ങനെ ഉപയോഗിക്കുക, അല്ലെ സ്ത്രീകളെ ചീത്ത പറയുക, സ്ത്രീകളെ തല്ലുക. അതിപ്പം ഭാര്യ ആയാലും അല്ലെങ്കിൽ പുറത്തുള്ള ഏത് സ്ത്രീ ആയാലും അതാണ് ആണത്വം എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം പുരുഷന്മാരുണ്ട്. എല്ലാരും ഞാൻ ജനറലൈസ് ചെയ്യുന്നില്ല. അവരുടെ വിചാരം അങ്ങനെ ചെയ്താൽ അവർക്ക് ആണത്തുള്ളതായിട്ട് തോന്നുന്നില്ല. ആ ഒരു അവസ്ഥയുണ്ട് ചില പുരുഷന്മാർക്ക്. വളരെ ജെന്റിൽമാനായി ജീവിക്കുന്ന മേ ബി നമ്മൾ പറഞ്ഞിടത്തോളം പൃഥ്വിരാജൊക്കെ ഒരു ഭയങ്കര ജെന്റിൽമാനായി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ അവർക്കൊന്നും ഈ ഒരു അവസ്ഥ ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം ആണത്തെ തെളിയിക്കേണ്ടത് സ്ത്രീകളെ താഴ്ത്തി കെട്ടിയിട്ടോ ചെറുതാക്കിയിട്ടോ അല്ല എന്നുള്ളൊരു ബോധം എല്ലാ ആണിനുണ്ടാവണം. ഇല്ലാത്തവർക്കാണ് ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ, അഡ്ജസ്റ്റ്മെന്റ് പ്രശ്നങ്ങളൊക്കെ തോന്നുന്നത്. എല്ലാവരും ഇൻഫീരിയറായി തോന്നുന്നു. എല്ലാവരും സ്ത്രീകളെ കയറി പിടിച്ചാൽ മാത്രമേ എന്തോ ഒരു സമാധാനം കിട്ടിയ ഫീലിംഗ് ഉണ്ടാവും. അപ്പൊ പല തരത്തിലുള്ള പുരുഷന്മാർ ഇതിലുണ്ട്. പക്ഷെ ഒരു നല്ല പുരുഷന് അതിന്റെ ആവശ്യമില്ല. സ്ത്രീയെ ചവിട്ടി താഴ്ന്നതിലല്ല അവരുടെ പുരുഷത്വം തെളിഞ്ഞു വരേണ്ടത്. ശരിക്കും ആരൊക്കെയാണ് ഈ ലൈംഗികമായി പീഡനം അനുഭവിച്ചവർ, അവർക്കെതിരെ ചെയ്ത നടന്മാരാരൊക്കെയാണ്, ഡയറക്ടേഴ്സ് ആണ്, എല്ലാവർക്കും എതിരെ ശക്തമായ നയ നടപടികൾ അത്യാവശ്യമാണ്. ഈ ജയസൂര്യ പോലെയുള്ള ഒരു നാട്ടിനെ ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നില്ല. ഇപ്പൊ സിദ്ദിഖായാലും മുകേഷായൊക്കെ കുറച്ചൊരു പഴയ ജനറേഷൻ, ആ ഒരു കാലഘട്ടത്തിൽ മേ ബി ഉണ്ടായി കാണും. പക്ഷെ ജയസൂര്യ, പൃഥ്വിരാജ്, ആസിഫ് അലി നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ കണ്ടു വളർന്ന ആൾക്കാരാ. എനിക്ക് തോന്നുന്നില്ല ആസിഫ് അലിയോ കുഞ്ചാക്കോ ബോബനൊന്നും ഈ ലിസ്റ്റിൽ ഉണ്ടാവും യാതൊരു സാധ്യതയില്ല. അവരൊക്കെ നല്ല ഇപ്പൊ ടോവിനോ, ആസിഫ് അലി, ബേസില്, പൃഥ്വിരാജ്, ഒരുപാട് നല്ല നടന്മാരുണ്ട്. ഇവരൊക്കെ അമ്മ സംഘടനയുടെ മുൻ നിരയിലോട്ട് വരട്ടെ. അതുപോലെ സ്ത്രീ പ്രാതിനിധ്യം അത്യാവശ്യമാണ്. പ്രസിഡന്റ് ഒരു പുരുഷനാണെങ്കിൽ സെക്രട്ടറി സ്ത്രീ ആവോ അല്ലെങ്കിൽ തിരിച്ചോ. പുതിയ ആൾക്കാരെ ഇത് മുന്നോട്ട് വരട്ടെ. ഇപ്പൊ ഈ പറഞ്ഞ നടന്മാരായാലും ഇനി സ്ത്രീകളുടെ ഭാഗത്ത് പാർവതി തിരുവോത്തായാലും രമ്യ നമ്പീഷ്, അങ്ങനെ ഒരുപാട് സ്ത്രീകളുണ്ടല്ലോ, ഗ്രേസ് ആന്റണി, അങ്ങനെ ഒരുപാട് പുതിയ ആൾക്കാർക്ക് അവസരം കിട്ടട്ടെ. ഇതൊരു അഴിച്ചുപണി നടക്കട്ടെ. നമ്മളെ ഒരു മലയാള സിനിമ ഈ കേട്ട പേരുദോഷമൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യട്ടെ. അപ്പൊ അത്രയേ ഉള്ളൂ. പുതിയ പേരുകൾ ഏതൊക്കെയാന്ന് കേൾക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. എന്തായാലും സ്ത്രീകൾക്ക് നീതി കിട്ടട്ടെ, പുരുഷന്മാർക്കാണെങ്കിൽ പുരുഷന്മാർക്ക് നീതി കിട്ടട്ടെ. അപ്പൊ അത്രയേ ഉള്ളൂ. വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, നിർബന്ധമായി കമന്റ് ചെയ്യുക. ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്തൊക്കെയാണ്? ആരൊക്കെയാണ് ശരിക്കും പ്രതികൾ നിങ്ങൾക്ക് വിശ്വസിക്കുന്നത്? ഇതൊക്കെയാണ് ഈ സംഭവത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ. എല്ലാവരുടെയും ഈ നമ്മളെ മഹാനടന്മാരിൽ നിന്ന് എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എല്ലാം താഴെ കമന്റ് ചെയ്യണേ. അപ്പൊ അത്രയല്ലേ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുമോ? റിവ്യൂ, റിയാക്ഷനോ, സോഷ്യൽ ഇഷ്യൂ നെക്സ്റ്റ് ടൈം കാണാം. അത് വരെ ബൈ ബൈ.